ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ നടനാണ് കമൽ ഹാസൻ. ആദ്യ ചിത്രത്തിൽ തന്നെ മികച്ച ബാലതാരത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ താരം തൻ്റെ കരിയറിൽ ചെയ്യാത്ത വേഷങ്ങളൊന്നും ബാക്കിയില്ല. 64 വർഷത്തെ കരിയറിൽ 230-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച കമൽ ഹാസൻ സിനിമയിൽ കൈവയ്ക്കാത്ത മേഖലകളില്ല. 5 ദേശീയ അവാർഡും നിരവധി സംസ്ഥാന അവാർഡും നേടിയ കമൽ ഹാസൻ ഇന്ത്യൻ സിനിമയുടെ എൻസൈക്ലോപീഡിയയാണ്. 4 വർഷം സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത ശേഷം കമൽ ഹാസൻ തിരിച്ചുവരവ് നടത്തിയ ചിത്രമായിരുന്നു വിക്രം. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ചിത്രം 6 വർഷത്തോളം ബാഹുബലി കൈയടക്കി വച്ചിരുന്ന ഇൻഡസ്ട്രിയിൽ ഹിറ്റ് എന്ന റെക്കോർഡ് തിരിച്ചെടുത്തിരുന്നു. 420 കോടിയോളമാണ് വിക്രം നേടിയത്. 1986-ൽ രാജശേഖറിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വിക്രം എന്ന സിനിമയിലെ അതേ കഥാപാത്രത്തെ തിരിച്ചു കൊണ്ടുവന്ന സിനിമയാണ് പുതിയ വിക്രം. എന്നാൽ 36 വർഷം മുമ്പ് പല സംവിധായകരും റിജക്റ്റ് ചെയ്ത ചിത്രമായിരുന്നു ഇപ്പോഴത്തെ വിക്രമെന്ന് കമൽ ഹാസൻ വെളിപ്പെടുത്തി. 4 റീൽ കഴിഞ്ഞിട്ടും നായകനെ കാണിക്കാത്ത ചിത്രം ഓടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് താൻ എഴുതിയ തിരക്കഥ മാറ്റി എഴുതിയെന്നും കമൽ കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ 2വിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ ഫാൻസ് മീറ്റിലാണ് താരം ഇക്കാര്യം പറഞ്ഞത്. ഇപ്പോൾ ലോകേഷ് ചെയ്തു വച്ചിരിക്കുന്ന വിക്രം 36 വർഷം മുമ്പ് ഞാനും സുജാതയും ആലോചിച്ച കഥയായിരുന്നു. എന്നാൽ ഒരു സംവിധായകനും അന്ന് ആ സിനിമ ചെയ്യാൻ ധൈര്യം കാണിച്ചില്ല. പ്രേക്ഷകർ അന്ന് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നു. എന്നാൽ സംവിധായകർക്ക് ആ ധൈര്യം ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ റീലിൻ്റെ കണക്കായിരുന്നല്ലോ. 4 റീൽ കഴിഞ്ഞിട്ടും നായകനെ കാണിക്കാത്ത സിനിമ എങ്ങനെ ഓടുമെന്ന് ചോദിച്ചപ്പോൾ ആ തിരക്കഥ മാറ്റി എഴുതി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ലോകേഷ് ആ കഥ ഏറ്റെടുത്ത് ചെയ്തപ്പോൾ വലിയ വിജയമായി കമൽ ഹാസൻ പറഞ്ഞു.